ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫെബ്രുവരി 1 ചൊവ്വ. 1432 സഫർ 28, 1186 മകരം 18, 1932 മാഘം 12. ചന്ദ്രിക പത്രത്തിൻ്റെ പേജ് 6-ലുള്ള എഡിറ്റോറിയലാണ് ഇനി വായിക്കാൻ പോകുന്നത്. എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട്: ബഹുജന സമരമുഖത്ത് ഈജിപ്ത്. ഹുസ്നി മുബാറക്കിനെ അധികാരഭ്രഷ്ടനാക്കി ഈജിപ്തിൽ പുതിയ ഭരണകൂടം സ്ഥാപിക്കുന്നതിനുള്ള പ്രതിപക്ഷ സമരം മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ഉൽപ്പതിഷ്ണുക്കളെയും സെക്യുലറിസ്റ്റുകളെയും മറ്റും സംയോജിപ്പിച്ച് നിരോധിത ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനമായ ഇഖ്വാനുൽ മുസ്ലിമൂൻ നയിക്കുന്ന പ്രക്ഷോഭം ഈജിപ്തിലെ നിയമ സുരക്ഷാ സംവിധാനങ്ങളെ അപ്രസക്തമാക്കി മുന്നേറുന്നു. എതിരനക്കങ്ങളെ അടിച്ചമർത്തി 30 വർഷത്തോളം അധികാരത്തിൽ തുടർന്ന ഹുസ്നി മുബാറക്കിന് ഇപ്പോഴത്തെ ജനകീയ സമരത്തെ അതിജീവിക്കാൻ കഴിയില്ലെന്നാണ് ഈജിപ്തിലെ വാർത്തകളിൽ നിന്നുള്ള സൂചന. ഫലസ്തീൻ വിഷയത്തിൽ തങ്ങൾക്കനുകൂലമായ നിലപാടെടുത്തു പോന്ന മുബാറക്കിന് ഇസ്രായേലും അമേരിക്കയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏകാധിപത്യത്തിനെതിരെ കക്ഷി ലിംഗഭേദമന്യേ ജനങ്ങളുയർത്തിവിട്ട കൊടുങ്കാറ്റ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും 82-കാരനായ പ്രസിഡന്റിൻ്റെയും അധികാരം കടപുഴക്കാതെ നിലക്കുന്ന മട്ടില്ല. 1981 ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അൻവർ സാദാത്ത് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അധികാരത്തിലെത്തിയ ഹുസ്നി മുബാറക്ക് അറബ് ഇസ്ലാമിക ചിഹ്നങ്ങളെയും സംസ്കാരത്തെയും പൊളിച്ചടുക്കി പാശ്ചാത്യ രാജ്യങ്ങളുടെ തോഴനാവുകയായിരുന്നു. സൈന്യത്തിനുമേൽ അധികാരം സ്ഥാപിച്ചെടുത്ത മുബാറക്ക് എതിർപ്പിൻ്റെ ചെറുവിരലിനക്കുമ്പോൾ സമർത്ഥമായി ഇല്ലായ്മ ചെയ്താണ് 3 പതിറ്റാണ്ട് ഭരണചക്രം തിരിച്ചത്. അടിയന്തരാവസ്ഥ യഥേഷ്ടം ഉപയോഗിച്ച് പൗരന്മാരുടെ മൗലികാവകാശം ഹനിച്ചു പോന്ന മുബാറക്കിന് നേരെ വിപ്ലവകാരികൾ 6 തവണ വധശ്രമം നടത്തിയിട്ടുണ്ട്. ഭരണത്തിൽ നിലനിൽക്കാൻ അമേരിക്കയുടെ പ്രീതി അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യകാലം മുതലേ പൊതുജനത്തിൻ്റെ കണ്ണിൽ കരടായി മാറി. ലോകമെങ്ങും ജനാധിപത്യം വിളമ്പാൻ വെമ്പൽ കൊണ്ട അമേരിക്ക ഒരിക്കൽ പോലും ഈജിപ്തിലെ പൗരാവകാശ ലംഘനത്തെപ്പറ്റി പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഗസയിലേക്കുള്ള വഴികൾ അടച്ച് ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തിയ മുബാറക്ക് 2009 ഗസ യുദ്ധത്തിൽ പരസ്യമായി ജൂതരാഷ്ട്രത്തെ അനുകൂലിച്ചിരുന്നു. യുദ്ധാനന്തരം ഇസ്രായേലിനും പലസ്തീനുമിടയിലെ മധ്യവർത്തി ചമഞ്ഞ് പാശ്ചാത്യ ഇസ്രായേൽ താൽപ്പര്യങ്ങളുടെ സംരക്ഷകനായി മാറാനും മുബാറക്ക് മടിച്ചില്ല. അറേബ്യൻ മേഖലയിലെ ജോർഡാൻ, അൾജീരിയ, യമൻ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലെ ഭരണവിരുദ്ധ സമരങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ഈജിപ്തിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഡിസംബർ മധ്യത്തിൽ ടുണീഷ്യൻ പാർലമെൻറ്റിന് മുമ്പിലുണ്ടായ ഒരു ആത്മഹത്യയാണ് ടുണീഷ്യയിൽ പ്രസിഡന്റ് സൈനുൽ ആബിദീൻ ബിൻ അലിയെ അധികാരത്തിൽ നിന്ന് തെറിപ്പിച്ച കലാപത്തിലേക്കുള്ള വാതിൽ തുറന്നത്. സമാനമായ രീതിയിൽ ജനുവരി 17 ഈജിപ്ഷ്യൻ പാർലമെൻറ്റിനു മുന്നിൽ 50-കാരനായ ഒരാൾ സ്വയം തീകൊളുത്തി. തൊട്ടടുത്ത ദിവസം അലക്സാണ്ട്രിയ നഗരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനത്തിന് പുറത്ത് തൊഴിൽ രഹിതനായ 25-കാരൻ തീകൊളുത്തി മരിക്കുകയും ചെയ്തതോടെ ആഫ്രിക്കൻ അറബ് രാജ്യത്ത് അനിവാര്യമായ ജനകീയ കലാപത്തിന് തൊഴിലുണർന്നു. ഒരാഴ്ച കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ജനുവരി 25 ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം പ്രത്യക്ഷരൂപം ആർജിച്ച് തെരുവിലെത്തിയത്. സൂയസിൽ പ്രക്ഷോഭം അക്രമസക്തമായപ്പോൾ 2 പ്രക്ഷോഭകരും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. പ്രക്ഷോഭങ്ങളും പൊതുപ്രകടനങ്ങളും നിരോധിച്ചുകൊണ്ട് 26 ഉത്തരവ് ഇറക്കിയെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. നിരോധനം ലംഘിച്ച ജനങ്ങളും പോലീസും ഏറ്റുമുട്ടിയപ്പോൾ 2 പേർ കൊല്ലപ്പെടുകയും ഇരുപക്ഷത്തുമായി 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഇസ്മായിലിയ തുടങ്ങിയ നഗരങ്ങളിലേക്ക് കൂടി സമരം വ്യാപിച്ചതോടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. പ്രക്ഷോഭം നടത്താനുള്ള അവകാശം പൊതുജനത്തിനുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെട്ടപ്പോൾ അരക്ഷിതാവസ്ഥ അവസാനിപ്പിച്ച് രഞ്ജിപ്പിലെത്താനായിരുന്നു ജനങ്ങളോടും ഈജിപ്ഷ്യൻ ഭരണകൂടത്തോടും അമേരിക്കയുടെ അഭ്യർത്ഥന. അതിനിടെ നോബൽ ജേതാവും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മുൻ തലവനുമായ മുഹമ്മദ് അൽ ബറാദി, ഹോളിവുഡ് നടൻ ഉമർ ഷരീഫ് തുടങ്ങിയവർ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി.
നേതൃത്വം നൽകാൻ അൽബറാദി തയ്യാറായതോടെ പ്രക്ഷോഭത്തിന് ഏകീകൃത രൂപം കൈവന്നു. ഇത് ഒരു ഇസ്ലാമിക വിപ്ലവമല്ലെന്ന് ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനുവരി 29 ആകുമ്പോഴേക്ക് പ്രക്ഷോഭകരുടെ മരണസംഖ്യ 150 കഴിഞ്ഞിരുന്നു. ഈജിപ്തിലെ ഭരണവിരുദ്ധ സമരം അമേരിക്കയെയും കക്ഷികളെയും പ്രതിരോധത്തിലാക്കുന്നതാണ് കണ്ടത്. ടുണീഷ്യയെയും മറ്റും ബഹുജന പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിച്ച അമേരിക്കക്ക് സ്വന്തം ആളായ മുബാറക്കിനെതിരായ നീക്കങ്ങളെ കണ്ണുമടച്ച് തള്ളിപ്പറയാൻ കഴിയുമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ വ്യക്തമായ നിലപാടെടുക്കാതെ ഉഴപ്പിക്കളഞ്ഞ അമേരിക്ക പിന്നീട് മുബാറക്കിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനെ പിന്തുണക്കുന്നില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങളിൽ തങ്ങളുടെയും ഇസ്രായേലിൻ്റെയും തോഴനാണ് മുബാറക്ക് എന്നതാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിൻ്റൺ എന്നത് പറഞ്ഞ കാരണം. ഇസ്രായേലും ഒട്ടും കുറച്ചില്ല. ഈജിപ്തിലെ സ്ഥിതിഗതികളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച ജൂതരാഷ്ട്രം മുബാറക്കിനെ സർവാത്മന പിന്തുണച്ച് പ്രസ്താവന ഇറക്കി. എല്ലാ യുദ്ധമുഖങ്ങളും എന്ന പോലെ മാധ്യമങ്ങളുടെ വായമുടിക്കെട്ടിയും അനുകൂല വാർത്തകൾ ചമച്ചുണ്ടാക്കിയുമാണ് മുബാറക്ക് ഭരണകൂടം സമരത്തെ നേരിടുന്നത്. പ്രക്ഷോഭങ്ങൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അൽ ജസീറ തുടങ്ങിയ നിഷ്പക്ഷ മാധ്യമങ്ങളിലൂടെയും ട്വിറ്റർ, ഫേസ്ബുക്ക്, ബ്ലോഗ് തുടങ്ങിയ ഈ സങ്കേതങ്ങളിലൂടെയും പുറം ലോകത്തെത്തുമ്പോൾ ഭരണകൂടത്തിൻ്റെ ശ്രമം പാളുന്നു. പ്രക്ഷോഭകർക്ക് ഇൻ്റർനെറ്റ് സൗകര്യം നിഷേധിക്കാൻ ഗവൺമെൻറ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് ഫലിക്കുന്നുള്ളതിൻ്റെ സൂചനയാണ് ഓരോ നിമിഷവും ഇൻ്റർനെറ്റിലുണ്ടാകുന്ന നൂറുകണക്കിന് ട്വീറ്റുകളും ബ്ലോഗ് പോസ്റ്ററുകളും മറ്റും. അമേരിക്കൻ അച്ചുതണ്ടിൽ നിന്ന് ഭൂഗോളത്തെ അഴിച്ചെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അച്ചുതണ്ടിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈജിപ്ഷ്യൻ ജനത ഊർജം പകർന്നേക്കാം. ഏറ്റവും കുറഞ്ഞത് പശ്ചിമേഷ്യയുടെയെങ്കിലും രാഷ്ട്രീയ ഭാവി ശുഭകരമായൊരു കാലത്തേക്കാണ് നീങ്ങുന്നതെന്ന് തോന്നുന്നു. ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചന്ദ്രിക പറയാനാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഇതിൽ സൂചിപ്പിച്ച കാര്യം, ചന്ദ്രിക പല പ്രാവശ്യവും ഔദ്യോഗികമായി തന്നെ ചന്ദ്രികയുടെ പല നിരീക്ഷകരും പാർട്ടിയുടെ ഉന്നത വക്താക്കളും തീവ്രവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനായി അവതരിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിക ലോകത്ത് തീവ്രവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇഖ്വാനുൽ മുസ്ലിമൂനെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനം എന്ന് എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ഇഖ്വാനുൽ മുസ്ലിമൂനാണ് ഈജിപ്തിലെ സ്വേച്ഛാധിപതിക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലുപരി ലോകം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതമായി സ്വാതന്ത്ര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വാതായനങ്ങളിലേക്ക് നടന്നെടുക്കുകയാണെന്നും അതിന് ഈജിപ്ഷ്യൻ ജനതയുടെ മഹത്തായ സംഭാവനയാണ് പ്രക്ഷോഭങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ, ലോക സമൂഹത്തിനു മുമ്പിൽ അവർ സമർപ്പിക്കുന്നതെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഔദ്യോഗികമായി തന്നെ ചന്ദ്രിക പ്രഖ്യാപിക്കുന്നു. ചന്ദ്രിക ഒരു പൊതുപത്രമല്ല. ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ജുഹയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായങ്ങൾ തീർച്ചയായും ചന്ദ്രികയുടെ അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക അഭിപ്രായമായാണ് കണക്കാക്കേണ്ടത്. ലോക ഇസ്ലാമിക ചലനങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നുവെന്ന പോസിറ്റീവായ രീതിയാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അതല്ലാതെ വളർന്നു വരുന്ന ഇസ്ലാമിക നവജാഗരണത്തെ ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നു എന്നതാണ്
കാര്യമെങ്കിൽ ഇനിയും ഇസ്ലാമിക നവജാഗരണങ്ങളോട് ശത്രുത പുലർത്തുന്നതിന് പകരം തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചപലരായ ചില മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന സംഘടനകളുടെ സാന്നിധ്യവും അവരുടെ സപ്പോർട്ടും അവരുടെ കയ്യടിയും വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിക നവജാഗരണത്തെ കേരളത്തിലെയും ഇന്ത്യയിലൊട്ടുക്കുമുള്ള ഇസ്ലാമിക നവജാഗരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തന രീതികളെയും താറടിച്ചു കാണിക്കുകയും അതിനെ ഇസ്ലാം വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ഓശാന പാടുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗൗരവപൂർവ്വം വീക്ഷിക്കുവാനും അത്തരം അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇസ്ലാമിക നവജാഗരണ സംരംഭങ്ങളിൽ തങ്ങളുടെ അനുയായികളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മുന്നേറ്റത്തിന് തങ്ങളുടേതായ പങ്ക് വഹിക്കുവാൻ ദീർഘകാലം ഇസ്ലാമിക ചൈതന്യത്തിന് വെള്ളവും വെളിച്ചവും നൽകിക്കൊണ്ടിരുന്ന ദിവംഗതനായ ബാഫക്കി തങ്ങളുടെയും അതിനുശേഷം ദീർഘകാലം മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്ത, മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ശിഹാബ് തങ്ങളുടെയും പിന്മുറക്കാർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും അകമഴിഞ്ഞ ആഗ്രഹവും ആണ് ഇത് ജനസമക്ഷം അവതരിപ്പിക്കുന്നതിന് പ്രചോദനം. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദീനിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.